നഗരം കീഴടക്കി പുലികൾ. ശക്തന്റെ തട്ടകത്തിൽ പുലികൾ ഇറങ്ങി. അരമണി കിലുക്കി ചുവട് വെച്ച പുലികൾ തൃശൂർ സ്വരാജ് റൗണ്ടിൽ കയറിയതോടെ ആവേശം വാനോളമായി. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും നിരവധി പേരാണ് പുലിക്കളി കാണാൻ എത്തിയിട്ടുള്ളത്. പുലിക്കളിയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി അനുമോദും നവമിയുമാണ് ചേരുന്നത്. അനുമോദ്, അങ്ങേയറ്റം ആവേശത്തിലാണ് നഗരം. അത്രമേൽ മനോഹരമായ കാഴ്ചകൾ. ഒരേ താളത്തിൽ ഈണത്തിൽ പുലികൾ അങ്ങനെ ചുവടുവെക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരം? അഭിലാഷ്, വെളിയന്നൂർ ദേശത്തിന്റെ പുലികളി സംഘം ഇപ്പോൾ നടുവിലാൽ പിന്നിട്ട് തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി 5 സംഘങ്ങൾ കൂടി ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേരുക സീതാറാം മിൽ ദേശമാണ്. അതിനുശേഷം യുവജന സംഘം വിയ്യൂരും കുട്ടംകുളങ്ങര ദേശവും പിന്നീട് പടരകൽ ദേശവും ഏറ്റവും അവസാനം നായിക്കനാൽ ദേശവുമാണ് ഇവിടെ നടുവിലാലെത്തുക. അങ്ങനെയാണ് ഈ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏറെ വ്യത്യസ്തതയാർന്ന ഒരുപാട് പ്ലോട്ടുകളും അതുപോലെ തന്നെ ഫ്ലൂറസൻ നിറങ്ങളും എല്ലാം ചേർത്ത് അണിയിച്ചൊരുക്കുന്ന ആ ഘോഷയാത്രയും അതുപോലെ തന്നെ പുലികളിയുമാണ് ഓരോ ദേശങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം അവയുടെ ഓരോ പ്ലോട്ടുകൾക്കും അതേപോലെ തന്നെ ഓരോ പുലികളിയുടെയും രൂപങ്ങൾക്കുമൊക്കെ ഭംഗി കൂടും, അല്ലെങ്കിൽ അതിന്റെ ആ തിളക്കം വർദ്ധിപ്പിക്കും. അത് മറ്റൊരു തരത്തിൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു വലിയ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് തന്നെ മാറും. അപ്പോൾ സൂര്യനസ്തമിക്കുവാൻ അല്ലെങ്കിൽ വെളിച്ചം കുറയുവാൻ വേണ്ടി ഓരോ സംഘവും കാത്തിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പ്ലോട്ടുകളിലൊക്കെ LED വെളിച്ചം ഘടിപ്പിച്ചാണ് സെറ്റ് ചെയ്തിട്ടാണ് പലരും ഒരുക്കിയിട്ടുള്ളത്. വളരെ മാസങ്ങളോളം നീണ്ട പ്രയത്നം. അതുകൊണ്ട് തന്നെ അതിന്റെ ഭംഗി പൂർണ്ണമായിട്ട് എത്തണമെങ്കിൽ ഇപ്രകാരത്തിൽ അല്പം ഇരുട്ട് വീഴേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തരത്തിലാണ് ഇവിടെ പുലികളിയുടെ ഇപ്പോഴത്തെ പുരോഗമനം ഉള്ളത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ശുചിത്വ മിഷന്റെ ഇവിടുത്തെ ഒരു പ്ലോട്ടാണ്. അത് ഓരോ പ്ലോട്ടിനിടയിലും ശുചിത്വ മിഷന്റെ സന്ദേശം പേറുന്ന പ്ലോട്ടുകളുണ്ട്. അതിന് പിന്നിലായിട്ടാണ് സീതാറാം ദേശത്തിന്റെ സംഘം വരുന്നത് തോന്നുന്നു. നവമി, ഇപ്പോൾ ആദ്യത്തെ ഒരു 4 സംഘം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. വലിയ ആവേശത്തിലായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഇടവേളയുടെ മൂടാണ് തോന്നുന്നു ഇവിടെ, അല്ലേ? അതെ അതെ, ഓരോ സംഘവും കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ ആകാംക്ഷയാണ് ആരാണ് കപ്പടിക്കാൻ പോകുന്നത്. കാരണം ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ വിധികർത്താക്കൾ എങ്ങനെ ആർക്ക് കപ്പ് കൊടുക്കും എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അത്രമാത്രം മനോഹരമാണ് ഈ ആവേശവും ആഘോഷവും സന്തോഷവും എല്ലാം അതിന്റെ പാരമ്യത്തിൽ എത്തിയ ഒരു നിമിഷം കൂടിയാണ് ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിൽ നമുക്ക് കാണുന്നത്. വലിയ ആവേശം തന്നെയാണ് ആളുകൾക്ക്. ഇത്രയും സമയമായിട്ടും സമയം രാത്രിയോട് അടുക്കുന്നു എങ്കിൽ പോലും ആളുകൾക്ക് യാതൊരുവിധ മടുപ്പോ അല്ലെങ്കിൽ ഒരു ഇടവേള വരുമ്പോഴൊന്നും അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർ ഈ റോഡിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അത്രയാണ് ഈ തൃശ്ശൂർക്കാരുടെ ആവേശം. പുലിക്കളി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കാണുന്നത് തന്നെയാണ്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആരവും ആഘോഷവും തന്നെയാണ് തൃശ്ശൂർക്കാർക്ക് പുലിക്കളി എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതും. എന്തായാലും ഇനിയും ദേശങ്ങൾ വരാറുണ്ട്. ഇത് കഴിയുമ്പോൾ ഏകദേശം ഒരു 9 മണി നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ അനുമോദേ? ഇപ്പോഴത്തെ സമയക്രമം അനുസരിച്ചാണെങ്കിൽ 9 മണിയൊക്കെ ആകും ഓരോ പുലിക്കൂട്ടങ്ങളും ദേശങ്ങളും ഇവിടം വിട്ടു പോകുവാൻ. കാരണം അവരുടെ വലിയ അധ്വാനമാണ്, മാസങ്ങളുടെ പ്രയത്നമാണ് ഈ പുലികളിയുടെ ഈ ദിവസം നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അധ്വാനത്തിന് ഏറ്റവും ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ, ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ പൂർണ്ണ ഭംഗിയിൽ അത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വെളിച്ചം ഒക്കെ ഘടിപ്പിച്ചത്, LED ലൈറ്റൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ അതിന്റെ പല നിറങ്ങളിൽ അതിന്റെ ഒരു ഭംഗി കൃത്യമായിട്ട് ഇരുട്ട് വീണാൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ വൈകുന്നേരം മുതൽ പറയുന്നത് ഈ ഒരു ഭംഗിക്ക് വേണ്ടിയായിരുന്നു. ആളുകൾ ഇത്രയും കുറച്ച് ലേറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ പയ്യെ വരാമെന്ന് തീരുമാനിക്കുന്നതും ഈ ഒരു മനോഹര കാഴ്ച ഈ നിൽക്കുന്ന ആളുകളെ കാണിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. തീർച്ചയായും ഇതിപ്പോ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് ഓരോ പുലിക്കളി സംഘത്തിന്റെയും പുലിമടയിലെ ഒരുക്കങ്ങളൊക്കെ. നോക്കൂ, എത്ര മണിക്കൂറുകളായി അവര് ഈ ഒരു അധ്വാനം അല്ലെങ്കിൽ ഈ ഒരു അശ്രാന്ത പരിശ്രമത്തിന് പിന്നിലെന്ന്. ഇതൊക്കെ ഇനിയും മണിക്കൂറുകൾ നീളം ഇതെല്ലാം പൂർത്തീകരിക്കുവാൻ. അപ്പോഴും ഈ ഒരു തൃശൂർ നഗരത്തിന്റെ ഈ നഗരഹൃദയം ജനനിബിഡമായി ഒരു അലകടലായി, ജനങ്ങളുടെ കടലായിട്ട് മാറുന്ന തരത്തിലേക്കുള്ള കാഴ്ചയാണ്. അല്പം എനിക്ക് തോന്നുന്നത് ഈ സ്കൂള് തുറന്നതുകൊണ്ട്
പുറത്ത് ജില്ലകളിൽ നിന്നുള്ളവർക്ക് ഒരുപക്ഷെ പൂർണ്ണമായിട്ട് എത്താൻ കഴിയാത്തതിന്റെ ഒരു മാറ്റം ഉണ്ടായിരിക്കാം. കാരണം ഇതിനു മുൻപുള്ള ഈ ഒരു പുലികളിയൊക്കെ ഓണം വെക്കേഷൻ തുറക്കുന്നതിന് കഴിയുന്നതിന് മുൻപായിരുന്നു, ഓണം വെക്കേഷൻ ഇടയിലായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ മാത്രമേ അവധിയുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുള്ളവർ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് എത്താൻ സാധ്യത കുറവാണ് എന്ന് വേണം കരുതാൻ. എന്നാലും വലിയ തിരക്കാണ് നമുക്കിവിടെ ഈ ഒരു സമയത്ത് കാണാനാകുന്നത്. ഓരോ പുലികളി സംഘത്തിനും അവരുടേതായ വാശിയിൽ ചിട്ടപ്പെടുത്തിയ അവരുടേതായ രഹസ്യങ്ങളുണ്ട്. അതായത് പ്ലോട്ടുകളിലെ മനോഹാരിതയാണ് അതിലൊക്കെ മാറ്റുകൂട്ടുന്നത്. അതേപോലെ തന്നെ പുലികളിയുടെ ചിട്ടവട്ടങ്ങൾ, അതിന്റെ അച്ചടക്കം, താളം, രൂപഭംഗി, ഇതൊക്കെ ഈ വിലയിരുത്തിക്കൊണ്ടാണ് ആരാണ് മികച്ചത് എന്ന് പറയാൻ കഴിയുക. അപ്പോൾ അതില് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്ന തരത്തിലേക്ക് മത്സരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ ആരാണ് മെച്ചമെന്ന് കാഴ്ചക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ അതിമനോഹരമായ ദൃശ്യവിരുന്നാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. യഥാർത്ഥ ഭക്തർ പങ്കെടുക്കും, വ്യാജമായി അഭിനയിച്ച് നടക്കുന്നവർ പങ്കെടുക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം മുതുപിലാക്കാട് അത്തപ്പൂക്കള വിവാദത്തിൽ BJP പ്രതിഷേധം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തിരുവോണ നാളിൽ പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് RSS ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തി അത്തപ്പൂക്കളം ഇട്ടതിനും അതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനും ആണ് RSS BJP പ്രവർത്തകർക്കും അനുഭാവികൾക്കുമെതിരെ പോലീസ് കേസെടുത്തത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പ്രതിഷേധ സൂചകമായി റോഡിൽ ഓപ്പറേഷൻ സിന്ദൂർ അത്തപ്പൂക്കളം ഇട്ടു. ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി നിക്ഷേപം സംഘടിപ്പിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഭക്തരായി സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തും. അയ്യപ്പ സംഗമത്തിന് 3000 പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്നും സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹർജിക്കാരൻ അനാവശ്യമായി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. മതേതര സർക്കാർ അയ്യപ്പ സംഗമം നടത്താൻ പാടില്ല എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടി മറ്റന്നാൾ മറുപടി നൽകണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ദേവസ്വം ബോർഡിനെതിരെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. ആഗോള അയ്യപ്പ സംഗമത്തിന് അയ്യപ്പ സേവാ സംഘത്തെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണോ ക്ഷണിക്കാത്തത് എന്ന് ദേവസ്വം ബോർഡ് പറയണം. ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ധോത്തി വിവാദത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ KT ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരണവുമായി പട്ടാമ്പി കൊപ്പം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി. യൂത്ത് ലീഗ് പ്രവർത്തകർ വീട്ടിൽ കാണാൻ വന്നു എന്ന ആരോപണം KT ജലീൽ തെളിയിച്ച 1000 ധോത്തികൾ നൽകുമെന്ന് മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി വ്യക്തമാക്കി. കൊപ്പത്ത് നിന്നുള്ള ഏത് പ്രവർത്തകരാണ് കാണാൻ വന്നത് എന്ന് വ്യക്തമാക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു.